ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലയുടെ ഭാഗമായി പദയാത്ര നടത്തി. കാട്ടാക്കട ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പദയാത്ര സംഘടിപ്പിച്ചത്. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമന നിരോധനത്തിനും അതോടൊപ്പം കേരളത്തിനോടുള്ള സാമ്പത്തിക ഉപരോധത്തിനും എതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് 4 മണിക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ ലക്ഷക്കണക്കിന് യുവതിയുവാക്കൾ പങ്കെടുക്കുന്ന കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മനുഷ്യചങ്ങല ഒരുക്കുന്നത്. ഒത്തുചേർന്നു കൈകൾ കോർത്തു നമ്മൾ തീർത്തു ചങ്ങല, കണ്ണി ചേർന്നു നിൽക്കണം സഖാക്കളെ, ഒത്തുചേർന്നു കൈകൾ കോർത്തു നമ്മൾ തീർത്തു ചങ്ങല. കൊച്ചു കേരളത്തിനെ തകർക്കുവാൻ ശ്രമിച്ചിടും ദുഷ്ടശക്തികൾക്കു നേരെ ഇന്നിതാ. കേന്ദ്ര ഭരണമാരണത്തിനെതിരെ നിന്നു പൊരുതുവാൻ ഇവിടെ നമ്മൾ കൈകൾ കോർത്ത ചങ്ങല. സമരഭൂവിൽ അണിനിരന്നു പൊരുതിടാം സഖാക്കളെ, പുതുചരിത്രമീ മനുഷ്യ ചങ്ങല. സമരഭൂവിൽ അണിനിരന്നു പൊരുതിടാം സഖാക്കളെ, പുതുചരിത്രമീ മനുഷ്യ ചങ്ങല. കണ്ണി ചേർന്നു നിൽക്കണം സഖാക്കളെ. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമന നിരോധനത്തിനും അതോടൊപ്പം തന്നെ കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ ലക്ഷക്കണക്കിന് യുവതിയുവാക്കൾ പങ്കെടുക്കുന്ന കേന്ദ്ര വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മനുഷ്യചങ്ങല തീർക്കുകയാണ്. ഈ മനുഷ്യചങ്ങലയിൽ ഡിവൈഎഫ്ഐ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം യുവജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. യുവജനങ്ങളെ മാത്രമല്ല, ഒരു ബഹുജന സമരമായി ഇത് മാറേണ്ടുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഈ സമയത്ത് ഉണ്ടായിരിക്കുന്നത്. ഒരു വലിയ യുവജന പ്രക്ഷോഭമായി ഈ മനുഷ്യചങ്ങല നാളെ കേരളത്തിലാകെ മാറാൻ വേണ്ടി പോവുകയാണ്. വലിയ കേന്ദ്ര വിരുദ്ധ സമരമായി ഈ പ്രക്ഷോഭം മാറാൻ വേണ്ടി പോവുകയാണ്. ഈ പ്രക്ഷോഭം നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം 2 കോടി തൊഴിൽ പ്രതിവർഷം തരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മോഡി ഗവൺമെൻറ് രാജ്യത്ത് അധികാരത്തിലേക്ക് വരുന്നത്. എന്നാൽ 2ാം മോഡി ഗവൺമെൻറ്റിൻ്റെ അധികാരം വിട്ടൊഴിയുന്ന ഈ സമയത്തും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഈ സമയത്ത് രാജ്യത്താകെയുള്ള ഉദ്യോഗാർത്ഥികളിൽ 1% ആളുകൾക്ക് പോലും തൊഴിൽ കൊടുക്കാൻ വേണ്ടി കേന്ദ്ര BJPയുടെ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള യുവജനപരമായിട്ടുള്ള യുവജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ നാളെ മനുഷ്യചങ്ങല തീർക്കാൻ വേണ്ടി പോകുന്നത്. ഈ മനുഷ്യചങ്ങലയിൽ വിവിധങ്ങളായിട്ടുള്ള അനുബന്ധ പ്രവർത്തനങ്ങളും പരിപാടികളും ഈ ക്യാമ്പയിൻ പൊതുജനങ്ങളിലാകെ ഉയർത്തുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ കേരളത്തിലാകെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ കാട്ടാക്കട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഭാത നടത്തം ഇവിടെ നിന്ന് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഈ പ്രഭാത നടത്തം കാട്ടാക്കട ബസ് സ്റ്റാൻഡിലാണ് അവസാനിക്കുന്നത്. അവിടെ ലഘുലേഖ വിതരണവും ബസ് സ്റ്റാൻഡ് ക്യാമ്പയിനും ഇതിനോടനുബന്ധിച്ച് തന്നെ നടക്കുന്നുണ്ട്. ഈ മനുഷ്യചങ്ങലയിൽ ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തി റെയിൽവേയുടെ യാത്രാ ദുരിതത്തിനെതിരെയും അതോടൊപ്പം കേരളത്തോടുള്ള കേന്ദ്ര ഗവൺമെൻറ് പുലർത്തുന്ന സാമ്പത്തിക ഉപരോധത്തിനെതിരെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന നിയമന നിരോധനത്തിനെതിരെയും ഡിവൈഎഫ്ഐ നാളെ തീർക്കാൻ വേണ്ടി പോകുന്ന ഈ മനുഷ്യചങ്ങലയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ യുവതി യുവാക്കളെയും ഈ നാടിൻ്റെ യുവതയെയും ഡിവൈഎഫ്ഐ ഏറെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുകയാണ്.